മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ഇപ്പോ ഒരു പത്രം വായിച്ച് 4 ആളുകൾ കൂടിയിരുന്ന് ആ പത്രത്തിലെ വാർത്തകളെ ഒന്ന് നിരൂപണം നടത്തി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളതൊക്കെ സങ്കടത്തിന്റെ വാർത്തകളാണ്. കൊലപാതകങ്ങള്, പിടിച്ചുപറി, പീഡനം, അങ്ങനെ പല ജാതി വർത്തമാനങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് മാധ്യമങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്നു തന്നുകൊണ്ടിരിക്കുന്നത്. സുഖകരമായ വാർത്തകളല്ല, സന്തോഷകരമായ വാർത്തകളല്ല. അതുകൊണ്ട് തന്നെ വാർത്തകളൊക്കെ വായിച്ചു തീരുമ്പോ അല്ലെങ്കിൽ വാർത്തകളൊക്കെ കേൾക്കുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിശ്വാസത്തിന്റെ കൂടെ ഒരു വർത്തമാനം കൂടി ഉണ്ടാവും. എന്താ പടച്ചോനെ കാട്ടുക, ലോകം ഇങ്ങനെയായാൽ എന്താ നമ്മളൊക്കെ കാട്ടുക, എന്തൊക്കെയാ കേൾക്കുന്നത്, എന്തൊക്കെയാണ് കാണുന്നത്, എത്ര സങ്കടകരമായ ഭീകരമായ വാർത്തകളും വർത്തമാനങ്ങളുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു സ്വസ്ഥതയില്ലല്ലോ. കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് സ്വസ്ഥതയില്ല, കച്ചവടം നടത്തുന്ന കച്ചവടക്കാർക്ക് സ്വസ്ഥതയില്ല, ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് സ്വസ്ഥതയില്ല, കൂലിപ്പണിയെടുക്കുന്നവന്റെ മനസ്സ് സ്വസ്ഥമല്ല. കാരണം കേൾക്കുന്ന വാർത്തകളൊക്കെ അസ്വസ്ഥതയുണ്ടാക്കുന്ന വാർത്തകളാണ്. ഇന്നൊക്കെ ഇപ്പോ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ അപ്പോഴും കേൾപ്പിക്കുന്ന വാർത്തകൾ ചൈനയിൽ പിറവിയെടുത്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു മാരകമായ രോഗാണുക്കളെ കുറിച്ച്, കോവിഡിനെ പോലും കുറെ കോവിഡിന്റെയൊക്കെ മേലെ നിൽക്കുന്ന അതിനേക്കാൾ ശക്തമായ ഒരു വലിയ വൈറസിന്റെ പൊട്ടിപ്പുറപ്പാടിനെ കുറിച്ചാണ് ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഒന്ന് എപ്പോഴും അസ്വസ്ഥമാക്കാൻ എവിടെയൊക്കെയോ ഉണ്ട് എന്നർത്ഥം. ഇത്തരം വാർത്തകളൊക്കെ കേൾക്കുമ്പോ അവസാനം നമ്മൾ അവിടെ എത്തിപ്പെടുകയോ ലോകത്തിന്റെ അവസാനം തന്നെ. അല്ലാതെ ഇപ്പൊ എന്താ പറയാ, മകൻ ബാപ്പയെ കൊന്നു, മകൾ ഉമ്മയെ കൊന്നു, അല്ലെങ്കിൽ ഉമ്മ മക്കളെ കൊന്നു, ബാപ്പ മക്കളെ കൊന്നു, അങ്ങനെയൊക്കെ ഓരോ വർത്തമാനങ്ങൾ കേൾക്കുമ്പോ കാലത്തിന്റെ ഒടു തന്നെ എന്നാണ് സാധാരണക്കാരായ ആളുകളൊക്കെ പറയാറുള്ളത്. സത്യത്തില് ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കണം. എന്താണെന്നറിയോ, ഈ ലോകം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ മാത്രല്ല, ലോകത്ത് ഇത്രമാത്രം തിന്മകൾ അധികരിച്ചു എന്നത് ലോകത്തിന്റെ ഇപ്പോഴുള്ള ഒരു സംഗതിയല്ല. ഇപ്പത്തെ പ്രത്യേകത എന്താ അറിയോ, അമേരിക്കയിൽ ഒരാള് വെച്ചുകുത്തി വീണാല് ഓന്റെ കാലിന്റെ തള്ളവിരലിന്റെ നഖം പൊട്ടിയാല് അത് നമ്മുടെ കൈവെള്ളയിലെ മൊബൈലിന്റെ സ്ക്രീനിൽ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് നമുക്ക് തോന്നുക ഭയങ്കര തിന്മകളാണ്, ഭയങ്കര മോശമാണ്. ഇതിനേക്കാളൊക്കെ മോശപ്പെട്ട കാലം ലോകത്ത് മുമ്പുണ്ടായിട്ടുണ്ട്. ഇപ്പൊന്നല്ല, ഇതിന് മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും നമ്മുടെ അപ്പുറത്തുള്ള ഗ്രാമത്തിൽ നടക്കുന്ന വാർത്തകൾ പോലും നമ്മുടെ ഗ്രാമത്തിൽ എത്താറില്ല. നമ്മുടെ മമ്പാടെത്തുന്ന വാർത്ത അങ്ങ് വടപുറത്തിന്റെ ഇപ്പുറത്ത്, ഇവിടെ കുണ്ടോടിന്റെ ഇപ്പുറത്തുള്ള ഈ ടാവട്ടത്തിലെ വാർത്ത മാത്രമേ ഇവിടെ എത്തുള്ളൂ. അപ്പുറത്തൊരാള് മരിച്ചാല് ആ വാർത്ത പോലും നാട്ടിലെത്തണമെങ്കിൽ ദിവസങ്ങൾ കാത്തിരിക്കണ്ടേ. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ നാട്ടിലൊരിക്കെ ഞങ്ങൾ റമദാൻ മാസം നോമ്പ് നോറ്റിട്ടേ അവസാനത്തെ നോമ്പ് ഒരു വീട്ടിൽ തുറന്നിട്ട് പിറ്റേ ദിവസത്തെ നോമ്പ് നോറ്റ്, പിറ്റേന്ന് പെരുന്നാളാണല്ലോ, അപ്പൊ പെരുന്നാളിന്റെ തൊട്ട് മുമ്പത്തെ ദിവസമാണ്. അങ്ങനെ നോമ്പ് നോറ്റ് ഒരു 10 മണിക്ക് ഒരു പുഴ കടന്ന് നാട്ടിലേക്ക് എത്തുമ്പോ ആ പുഴയിൽ വെച്ച് ഒരാൾ വന്ന് പറഞ്ഞു, എന്നാ പറഞ്ഞാലോ, ഇന്നലെ മാസം കണ്ടിട്ടുണ്ടത്രേ, ഇന്ന് പെരുന്നാളാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ആ നോമ്പ് നോറ്റ ഞങ്ങള് ആ പുഴയിൽ നിന്ന് വെള്ളം മുക്കി കുടിച്ച് നോമ്പ് തുറന്ന ഒരു കുട്ടിക്കാലത്തിന്റെ ഓർമ്മ എന്റെ അടുത്തുണ്ട്. നിങ്ങൾക്കൊക്കെ ഇതിന് സമാനമായ ഓർമ്മകൾ ഉണ്ടാവാം. അതായത് തൊട്ടടുത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും നമുക്കറിയാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് ഒരുപാട് തിന്മകളെ കുറിച്ച് നമ്മൾ കേൾക്കാറില്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ലോകത്ത് എവിടെ നടക്കുന്ന ഒരു വർത്തമാനവും എത്ര പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് എല്ലാ തിന്മകളെ കുറിച്ച് നമ്മൾ അറിയുന്നു. മാത്രമല്ല, തിന്മകളെ ഒന്ന് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ നാട്ടിൽ സംവിധാനം ഉണ്ടല്ലേ. അപ്പൊ ഇന്നൊക്കെ ഫേസ്ബുക്ക് തുറന്നാല് മൊത്തം ഒരു പാട്ടാ, ഒരു കല്യാണപ്പാട്ട്. 2-3 ഉസ്താദുമാര് കുത്തിയിരുന്ന് പാടിയൊരു പാട്ടാണ്. ആ പാട്ട് ലോകത്ത് ഇങ്ങനെ ഒരു കല്യാണം വൈറലായത് ഞാൻ എന്റെ ഓർമ്മയിലൊന്നും കണ്ടിട്ടില്ല. എവിടെ നോക്കിയാലും ആ പാട്ട് തന്നെയാണ്. സത്യത്തിൽ ആ പാട്ട് അത്ര മോശമാണോ? അത്ര മോശമല്ല. എന്നാ ആക്കിക്കൂടെ, എന്നാ മോശമാക്കാം. അപ്പൊ നമ്മുടെ നാട്ടിൽ പൊതുവെയുള്ള സംഗതി എന്താ അറിയോ, ഒരു കാര്യം നല്ലതാണെങ്കിലും അതിനെ എങ്ങനെ മോശമാക്കി എടുക്കാം എന്നതിനെ കുറിച്ചാണ് ചർച്ച നടക്കുക. ക്ഷീരമുള്ളോർ അകിടിൻ ചുവട്ടിലും അല്ലെ ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ, നല്ല പാലുള്ള പശുവിന്റെ അവിടാണെങ്കിലും അതിന്റെ താഴെ പോയിരിക്കുന്ന കൊതുകിന് ചോരയാ വേണ്ടത്. അതേപോലെ ഏത് നന്മകളിലെയും തിന്മകളെ തെരയുന്ന ഒരു കാലത്ത് തിന്മകൾക്ക് വല്ലാത്ത പ്രോത്സാഹനം കിട്ടും. അതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് തോന്നുകയാണ് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ നാടും നമ്മുടെ പരിസരങ്ങളും ഒക്കെ വല്ലാത്ത തിന്മകളിൽ മുങ്ങിക്കിടക്കുന്ന
കിടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ഇത് രക്ഷപ്പെടാനൊന്നും കഴിയില്ല. ഇനി ഇങ്ങനെ അങ്ങോട്ട് മരിച്ചു പോകാന്നല്ലാതെ ഒരു മോചനമൊന്നും ഉണ്ടാവുകയില്ല എന്ന ഒരു തെറ്റായ ധാരണയും നമ്മളിൽ പലരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാം. ഇന്ന് നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മൾ കാണുന്ന ഈ തിന്മകളുണ്ടല്ലോ, ഈ തിന്മകളൊക്കെ മുമ്പും ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ തിന്മകളൊന്നും പുതിയതായിട്ട് പൊട്ടിപ്പുറപ്പെട്ടു വന്നതല്ല. ലഹരിയാവട്ടെ, അല്ലെങ്കിൽ കൊലപാതകങ്ങളാവട്ടെ, അല്ലെങ്കിൽ പീഡനങ്ങളാവട്ടെ, അങ്ങനെ ഏതാവട്ടെ, നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ തിന്മകളൊക്കെ മുമ്പും ലോകത്ത് നിർബാധം ഉണ്ടായിട്ടുണ്ട്. ഇന്നുള്ളത് പോലെയോ അതിനേക്കാൾ ശക്തമായിട്ടോ ലോകത്ത് അത് നിലനിന്നിട്ടുണ്ട്. ഇപ്പോ 2 ആഴ്ച മുമ്പ് ഞാനൊരു വാർത്ത അങ്ങനെ വായിച്ചത്, ഒരു ചെറിയ വെള്ളത്തിന്റെ ഒരു ചെറിയ തോട്ടിൽ നിന്ന് ഒരു ദുർഗന്ധം കേട്ടപ്പോ അയൽവാസികളൊക്കെ കൂടി തെരഞ്ഞപ്പോ ഒരു തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ ഒരു കുട്ടിയുടെ മയ്യത്ത്, ഒരു ചെറിയ കുട്ടി പ്രസവിച്ച അന്നത്തെ ദിവസം തന്നെ ഒരു തുണിയിൽ കെട്ടി ഉപേക്ഷിച്ച ഒരു പെൺകുഞ്ഞിന്റെ ഒരു മയ്യത്താണ് വെള്ളത്തിൽ നിന്ന് കിട്ടിയത്. 2-3 ദിവസം കൊണ്ട് തന്നെ അത് ജീർണിച്ച് അത്ര അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും നാട്ടുകാർ പോലീസിനെ വിളിച്ച്, പോലീസ് വന്ന് അങ്ങനെ പരിശോധിച്ച് തെരഞ്ഞ് വേണ്ടത്ര പരിശീലനമൊന്നും കിട്ടാത്ത ഒരു പാവപ്പെട്ട ഉമ്മയാണ് ഈ കുട്ടിയെ ഉപേക്ഷിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പ്രതിയെ കിട്ടിയപ്പോ പോലീസ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ കുട്ടിയെ ഒഴിവാക്കിയത്? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, എനിക്കൊരു കുട്ടിയെ പോറ്റാനുള്ള കരുത്തില്ല, മാത്രമല്ല ഞാൻ ഒറ്റക്കാണ്, കുട്ടിയുടെ വാപ്പായെ കുറിച്ച് വേണ്ടത്ര ധാരണയൊന്നുമില്ല, മാത്രമല്ല നാട്ടുകാര് ഈ വിവരം അറിയാനും പാടില്ല, പിന്നെ പെൺകുട്ടിയാണ്, അത് വളർന്നു വരുമ്പോ ആ കുട്ടിയെ നോക്കുക എന്നത് എനിക്കേറെ പ്രയാസകരമാകും എന്ന് പേടിച്ചത് കൊണ്ടാണ് ഞാൻ കുട്ടിയെ ഒഴിവാക്കിയത്. അതൊരു വലിയ സംഭവമായി. ആ സ്ത്രീക്കെതിരെ പോലീസ് കേസെടുത്തു. അതിന്റെ നിയമ നടപടികളുമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നമ്മുടെ വിഷയമല്ല. ഇന്നിപ്പോ ഈ മമ്പാട് എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയെ, ആ പെണ്ണായതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് കണ്ടാല് അതൊരു വലിയ വാർത്തയാവൂലെ നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാരൊക്കെ അതിനെതിരെ പ്രതികരിക്കൂലെ, അതിനെതിരെ പ്രവർത്തിക്കൂലെ? കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് നമ്മളെല്ലാവരും നിയമ സംവിധാനങ്ങളോട് ആവശ്യപ്പെടൂലേ? തീർച്ചയായും. എന്നാൽ പെൺകുട്ടികളെ കുഴിച്ചുകൂടുക എന്നത് ഒരു നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായ ഒരു കാലഘട്ടം പണ്ട് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നിർവഹിക്കുന്ന ജാഹിലിയ കാലഘട്ടത്തിന്റെ ഒരു കാര്യമായി ഖുർആൻ പറഞ്ഞത്, അവർക്കാർക്കെങ്കിലും ഒരു പെൺകുട്ടി പിറന്നു എന്നറിഞ്ഞാൽ ആ പിതാവിന്റെ മുഖം അപമാനഭാരം കൊണ്ട് കറുത്തു പോകുന്ന. പാപ്പാനോടെ പ്രസവിച്ചിട്ടോ, ആശുപത്രി നിന്നൊക്കെ നമ്മുടെ നഴ്സുമാര് പറയില്ലേ, പ്രസവിച്ചിട്ടുണ്ട്, ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ്, അങ്ങനെ പെൺകുട്ടിയാണ് എന്ന വാർത്ത കേട്ടാൽ ആ ബാപ്പയുടെ മുഖം അപമാനഭാരം കൊണ്ട് കറുത്തു പോകുന്ന ഖുർആൻ പറഞ്ഞേ. എന്നിട്ടോ ആ ബാപ്പാനെ പിന്നെ കാണാണ്ടാവൂല. മൂപ്പര് പതുക്കെ പിൻവലിയും, അങ്ങാടിക്കൊന്നും ഇറങ്ങൂല. പിന്നെ മൂപ്പര് അങ്ങാടിയിൽ എങ്ങനെ കാണാറില്ല? തോളത്ത് വെച്ച കൈക്കോട്ടും ശരീരത്തിലാകെ മൺതരിയുമായി ഒരു ദിവസം അയാൾ കുന്നിറങ്ങി വരും ആളുകൾക്കിടയിലേക്ക്. എന്നിട്ട് അഭിമാനത്തോടു കൂടി പറയും, എന്റെ വീട്ടിൽ പിറന്ന പെൺകുട്ടിയെ ഞാൻ കുഴിച്ചുകൂടിയിരിക്കുന്നു. ആളുകളൊക്കെ ഉഷാറായി, ആയിക്കോട്ടെ, അസ്സലാമു അലൈക്കും, സലാം പറഞ്ഞു അയാളെ അഭിനന്ദിച്ച് എല്ലാവരും പിരിഞ്ഞു പോകും. ഒരു പെൺകുട്ടി ഉണ്ടായാൽ ആ പെൺകുട്ടിയെ കുഴിച്ചു മൂടുക എന്നത് ഒരു സമൂഹത്തിന്റെ അഭിമാനത്തിന്റെ ഭാഗമായി കണ്ട ഒരു കാലഘട്ടം ലോകത്തുണ്ടായിരുന്നു. ഇന്നുള്ളതിനേക്കാൾ ഭീകരമായ ഒരു കാലം നോക്കൂ നിങ്ങൾ. സൗവർഗരതി എന്നൊക്കെ അങ്ങനെ പറയുമ്പോ ആണും പെണ്ണൊക്കെ ഒന്നിച്ച് ജീവിക്കുക, അങ്ങനെ മഴവില്ലും അതേപോലെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര ചർച്ചയല്ലേ? ഇപ്പൊ റോട്ടിൽ കൂടെ ഒരാണും തോളിൽ കൈയിട്ട് ഇങ്ങനെ പോകുമ്പോ ആരെങ്കിലും ഒരാൾ പറയണ കണ്ടോ അതിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞാല് ആൾക്കാരൊക്കെ കൗതുകത്തോടെ നോക്കൂലേ, എന്നിട്ട് അത്ഭുതപ്പെടൂലേ, ഔ വല്ലാത്തൊരു കാലം തന്നെ എന്നവർ കാലത്തെ കുറ്റപ്പെടുത്തൂലേ? എന്നാൽ ആ സംഗതി ഒരു നാടിന്റെ സംസ്കാരമായ ഒരു കാലം മുമ്പ് ലോകത്തുണ്ടായിരുന്നു. നമ്മൾ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വായിച്ചില്ലേ? ലൂത്ത് നബിയുടെ ജനത ഈ ദുഷിച്ച സംസ്കൃതിയിൽ ജീവിക്കുന്നവരായിരുന്നു. അവരെ നശിപ്പിക്കാൻ അല്ലാഹു തആല മലക്കുകളെ പറഞ്ഞയച്ചേ. ഈ മലക്കുകൾ എങ്ങനെ വന്നറികൾ? നല്ല സുന്ദരന്മാരായ, നല്ല ചെറുപ്പക്കാരായ, ആര് കണ്ടാലും നോക്കി നിന്ന് പോകുന്ന ചോക്ലേറ്റ് കുട്ടികളുടെ രൂപത്തിലാണ് ഈ മലക്കുകൾ വന്നത്. എന്നിട്ട് തന്നെ അവര് ലൂത്ത് നബിയുടെ വീട്ടിൽ വന്നപ്പോ ലൂത്ത് നബിക്ക് പേടിയായി. കാരണം ഇത്ര സുമുഖന്മാരായ ഈ ചെറുപ്പക്കാരെ എന്റെ വീട്ടിലുണ്ട് എന്നറിഞ്ഞാൽ എന്റെ നാട്ടിലെ ആളുകൾ എന്ത് ചെയ്യും? നമ്മളൊക്കെ ചിലപ്പോ നമ്മുടെ പെങ്ങന്മാരെ, നമ്മുടെ കുടുംബത്തിലെ ചെറിയ പെൺകുട്ടികളൊക്കെ കൂടെ KSRTC സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചിലപ്പോ രാത്രിയിലൊക്കെ ബസ് കാത്തുക്കുമ്പോ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആൾക്കാരുടെ നോട്ടം കാണുമ്പോൾ നമുക്ക് പേടി തോന്നാറില്ലേ? ഒരു വണ്ടി ഏതെങ്കിലും വന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അതേപോലെ
തന്റെ വീട്ടിലേക്ക് ഈ ചെറുപ്പക്കാർ കയറി വന്നപ്പോ ലൂത്ത് നബിയുടെ മനസ്സിൽ വല്ലാത്ത പേടിണ്ടായി. ഇതിന്റെ നാട്ടുകാരറിഞ്ഞാൽ അദ്ദേഹം അവരെ വിളിച്ചു വരുത്തി വീടിന്റെ ഉള്ളിലെ മുറിയിലിട്ട് വാതിലടച്ച് ആരും കാണാതിരിക്കാൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ ഇത്തിരി മോശമായിരുന്നു. അവള് അടുക്കള വാതിലൂടെ പുറത്തിറങ്ങിയിട്ട് നാട്ടുകാരോട് പറഞ്ഞു, ഇവിടെ അങ്ങനെ നിന്നോളി, പൊട്ടന്മാരമായിരിക്ക്, ഞങ്ങളെ വീട്ടിൽ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, എന്താ രസം, എന്താ ചൊറുക്ക്. അവള് വർണ്ണിച്ചു കൊടുത്തു. ജനക്കൂട്ടം കേട്ടത് പാതി കേൾക്കാത്ത പാതി. ലൂത്തിന്റെ വീട്ടിലേക്ക് ഓടിയില്ലേ. അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് ജനസാഗരം. ഒച്ച കേട്ട് ലൂത്ത് നബി വാതിൽ തുറന്നപ്പോ ഒരു ജനക്കൂട്ടം. എന്തിനാ വന്നത്? ചോറുന്നാ വന്നല്ല. ലൂത്തെ അവരങ്ങിട്ട് ഇറക്കി വിട്ടുകൊണ്ട അവരെ ഞങ്ങൾക്ക് വേണം, അവരെ ഞങ്ങൾക്ക് വേണം. എന്നിട്ട് പറഞ്ഞേക്ക് പച്ചക്ക് പട്ടപകല് ഒരു മടിയില്ല, ഒന്നുമില്ല. അവർ ലൂത്ത് നബിയുടെ വീട്ടുമുറ്റത്ത് ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി ഒച്ച വെച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിന്റെ മാനം കെടുത്തരുത്, എന്റെ അതിഥികളാണ്, അവരാരാണ്. അദ്ദേഹം അത് മലക്കുകളെന്ന് അദ്ദേഹത്തിന് അറിയില്ലട്ടോ, അതുകൊണ്ടാണ് ഈ പേടി. അദ്ദേഹം പറഞ്ഞു, അവരെവിടുത്തുകാരാ എനിക്കറിയില്ല, ആരാന്നറിയില്ല, എന്റെ അതിഥികളാണ്, നിങ്ങൾ എന്നെ മാനം കെടുത്തരുത്. ആര് കേൾക്കാൻ? ആൾക്കാർ പറഞ്ഞു, അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, ഓരങ്ങോട്ട് കൊണ്ടാണ്. അവസാനം അദ്ദേഹം പറഞ്ഞു, എന്റെ പെൺമക്കളുണ്ട് എന്റെ വീട്ടില്, ആ പെൺമക്കളെ നിയമാനുസൃതം ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാം. എന്നാലും ഈ വേണ്ടാത്തരത്തിൽ നിങ്ങൾ എന്റെ മുമ്പിൽ ബഹളം വെക്കരുത്. ആര് കേൾക്കാൻ? വെട്ടാൻ വന്ന പോത്തിന്റെ കാതിൽ വേദമോതുക എന്ന് പറഞ്ഞ പോലെ ജനങ്ങൾ തന്നെ കുതിച്ചു കേറല്ലേ. അവസാനം അദ്ദേഹത്തിന്റെ ചോദ്യമുണ്ട്, അല്ല കൂട്ടരെ, വിവേകമുള്ള ഒരൊറ്റ മനുഷ്യനെങ്കിലും നിങ്ങളെ കൂട്ടത്തിലില്ലേ? ഇത് വേണ്ടാന്ന് പറയാം, ഇത് മോശാന്ന് പറയാം, ഒരാളെങ്കിലും നിങ്ങളെ കൂട്ടത്തിലില്ലേ എന്ന് ഒരു നാടിനോട് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കത്തക്ക വിധം ആ നാട് തിന്മയിൽ അലിഞ്ഞു ചേർന്ന ഇന്നലകൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്, ഇല്ലേ? ഉണ്ടായിട്ടുണ്ട്. ഒക്കെ പോട്ടെ, നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു കഥയാണല്ലോ യൂസുഫ് നബിന്റെ കഥ. സുമുഖനായ സുന്ദരനായ യൂസുഫ് അസീസിന്റെ വീട്ടില് ഒരു അടിമയെ പോലെ ജോലി ചെയ്യുന്ന സമയത്ത് അസീസിന്റെ ഭാര്യ യൂസുഫിന്റെ സൗന്ദര്യത്തിൽ അനുരക്തയായി അവൾ യൂസുഫിനെ കടന്ന് പിടിക്കാൻ ശ്രമിച്ചതും പിടിച്ചതും ഓടിയതും കുപ്പായം കീറിയതൊക്കെ കഥയായും കഥാപ്രസംഗമായിട്ടും പാട്ടായിട്ടും നമ്മൾ ഒരുപാട് കേട്ടതാ. അവസാനം നാട്ടിലാകപ്പാട് ഒരു വാർത്ത പറഞ്ഞു, അസീസിന്റെ ഭാര്യ എത്ര വൃത്തികെട്ട പെണ്ണ, സ്വന്തം വീട്ടിൽ പണിക്ക് നിൽക്കുന്ന അടിമയായ മദീനയിലെ അല്ലെങ്കിൽ ഈജിപ്തിലെ മാർക്കറ്റിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയ നാടും വീടും ഇല്ലാത്ത ബാപ്പിമ്മില്ലാത്ത ഒരു അടിമച്ചക്കനായ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ പ്രണയിക്കാൻ മാത്രം മോശക്കാരിയാണോ അസീസിന്റെ ഭാര്യ? എത്ര വൃത്തികെട്ട പെണ്ണ. ആളുകളൊക്കെ കിട്ടിയ ചാൻസിൽ അസീസിന്റെ ഭാര്യയെ കുറ്റം പറഞ്ഞു. പിന്നെന്താ സംഭവിച്ചേക്ക് അറിയില്ലേ? അസീസിന്റെ ഭാര്യ ഈ വാർത്ത കേട്ടപ്പോ തന്നെ കുറ്റപ്പെടുത്തിയ നാട്ടിലെ പ്രമാണിമാരായ ആൾക്കാരെ പെണ്ണുങ്ങളൊക്കെ വിളിച്ച് വരി പറഞ്ഞു. വീട്ടില് നല്ല സദ്യ കൊടുത്തിട്ട് സദ്യയുടെ അവസാനത്തിൽ നമ്മളൊക്കെ പൈനാപ്പിളൊക്കെ കഷ്ണം മുറിച്ചല്ല കൊടുക്കല്, ഇത് ഒരു ഫുൾ ആപ്പിൾ ഒരു കത്തിയും കൊടുത്തു എന്നാ ഖുർആൻ പറഞ്ഞു. എന്നിട്ട് അവരൊക്കെ അതിങ്ങനെ ചെത്തി തിന്നാൻ റെഡിയായി നിൽക്കുമ്പോ യൂസുഫിനെ വിളിച്ചിട്ട് ഈ അസീസിന്റെ ഭാര്യ പറഞ്ഞിട്ടാ ഈ അടിയിൽ കൂടെ ഇങ്ങനെ ആ തലവരെ ഒന്നും പോയിക്കാം. യൂസുഫ് ഇങ്ങനെ പോയപ്പോ ഈ സ്ത്രീകളൊക്കെ യൂസുഫിന്റെ മുഖത്തേക്ക് മിഴിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്, ഇതൊരു മനുഷ്യനല്ലോ, ഇതൊരു മലക്കാണെന്ന് അവർ പറഞ്ഞേ. പക്ഷെ പറഞ്ഞത് മാത്രല്ല, ആ ചെത്തല്ലേ അവർ ആപ്പിളിന് പകരം വിരല ചെത്തി. ഖുർആൻ പറഞ്ഞില്ല കഥ, ചോരയൊലിപ്പിക്കുന്ന വിരലുമായിട്ട് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അത് മനുഷ്യനല്ലോ, മലക്കാണ്. അവിടെയാണ് അസീസിന്റെ ഭാര്യ പ്രത്യക്ഷപ്പെട്ടത്. അവള് പറഞ്ഞു, എങ്ങനെയുണ്ട്? ഒരൊറ്റ നിമിഷം യൂസുഫിന്റെ സൗന്ദര്യം കണ്ടപ്പോ നിങ്ങൾ കൈ ചെത്തിയില്ലേ? 24 മണിക്കൂറും എന്റെ മുറിയില്, എന്റെ വീട്ടില്, എന്റെ അടുക്കളയില്, എന്റെ വീട്ടിന്റെ ഉള്ളില്, എന്റെ മുമ്പില് ഈ ഒരു മനുഷ്യനെ ഞാൻ കാണുമ്പോ ഞാൻ അയാളെ കടന്നു പിടിച്ചത് ഒരു തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മറുപടികൾ ഉണ്ടായില്ല. ഒരു പെണ്ണ് പച്ചക്ക് പറയാ. എന്നിട്ട് അവൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ യൂസുഫിനെ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്റെ ആഗ്രഹത്തിന് യൂസുഫ് വഴങ്ങിയില്ലെങ്കിൽ, ഇന്നത്തെ കാലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു പെണ്ണിനെ കുറിച്ച് ആരോപണം ഉന്നയിച്ചാല് പത്രസമ്മേളനം വെച്ചിട്ട് പറയും അത് രാഷ്ട്രീയ പ്രേരിതമാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയാം. പക്ഷേ ഈ അസീസിന്റെ ഭാര്യ എന്താ പറഞ്ഞാൽ, നിങ്ങള് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ യൂസുഫ് സമ്മതിച്ചിട്ടില്ല. പക്ഷേ എന്റെ ആഗ്രഹത്തിന് യൂസുഫ് വഴങ്ങിയിട്ടില്ലെങ്കിൽ, എന്റെ ആഗ്രഹത്തിന്, എന്റെ ആവശ്യത്തിന് യൂസുഫ് വഴങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ അവനെ മാരകമായി പ്രഹരിക്കും, കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കും, ഞാൻ അവനെ ജയിലിൽ അടക്കും. പച്ചക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാ യൂസുഫ് നബി പ്രാർത്ഥിച്ച്, പടച്ചോനെ, ഈ പെണ്ണിന്റെ വിളിക്കുന്ന തോന്നിയാസത്തെക്കാൾ എനിക്ക് ജയിലിൽ പോകാനാ ഇഷ്ടം. അങ്ങനെ യൂസുഫ് ജയിലിലെത്തുന്നത്. ഞാൻ പറഞ്ഞെന്താ പറയുന്നത്, അങ്ങനെ തന്റെ ഇടമുള്ള പെണ്ണുങ്ങൾ ജീവിച്ച കാലം ഈ ലോകത്തുണ്ടായിട്ടുണ്ട്.
നിങ്ങൾക്ക് ധൈര്യം അങ്ങനെ പച്ചക്ക് മനുഷ്യന്മാരുടെ മുമ്പിൽ ഞാൻ ആഗ്രഹിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അവനെ ശരിയാക്കുന്നു ആൾക്കാരുടെ മുമ്പിൽ വിളിച്ചു പറയാൻ മാത്രം ധൈര്യമുള്ള ഒരു പെണ്ണ് ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ജനിക്കേണ്ടി വരും. ജനിച്ച കൂട്ടത്തിൽ ഉണ്ടാവില്ല. എത്രമാത്രം ഈ രംഗത്ത് ഏറെ ആഴത്തിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ അത്ര ധൈര്യം ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഇവിടെ നമ്മൾ കേട്ട ശബ്ദം അങ്ങനെയാണ്. ഞാൻ സൂചിപ്പിച്ചു ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട് എത്തി നിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ഈ അധാർമികതയുടെ അവസ്ഥയുണ്ടല്ലോ, ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥകളും ഇതിനേക്കാൾ ശക്തമായ അവസ്ഥകളും ഈ ലോകത്ത് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ്. അതെന്തിനാ ബോധ്യപ്പെടുത്തുന്നത്? എന്നിട്ട് അത്രയും തിന്മയുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ആ കാലഘട്ടത്തിലെ ആളുകൾ അടുത്ത തലമുറ മാറിയിട്ടില്ലേ? മദ്യമില്ലാതെ ലഹരിയില്ലാതെ ജീവിക്കാൻ പറ്റാതിരുന്ന ജാഹിലിയ കാലത്തിലെ അറബികളെ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് മാത്രമല്ല, അവർ പ്രവാചകന്റെ മുമ്പിലേക്ക് ഒരു സംശയം ചോദിക്കാൻ വരുന്നു. അതിനങ്ങള് 24 മണിക്കൂറും ലഹരിയിൽ മുങ്ങി ജീവിച്ചിരുന്ന ഒരു ജനത, അവർക്ക് ലഹരിയില്ലാത്ത ഒരു ലോകം ചിന്തിക്കാനേ പറ്റിയിരുന്നില്ല. ആ ജനത കാലങ്ങൾക്ക് ശേഷം പ്രവാചകന്റെ മുമ്പിൽ സംശയം ചോദിക്കാമെന്ന്. എന്താ സംശയം എന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകര് അന്ന് ലഹരി ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ ആ ദിവസമുണ്ടല്ലോ, അന്ന് ഞങ്ങളുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന കുറെ മദ്യം ഉണ്ടായിരുന്നു. ആ മദ്യം ഞങ്ങള് പുറത്തേക്ക് ചിന്തിക്കളഞ്ഞു. ആ ചിന്തിക്കളഞ്ഞ മദ്യം ആ മണ്ണിനെ നനച്ചപ്പോ ആ നനഞ്ഞ മണ്ണിൽ നിന്ന് ചില ചെടികൾ വളർന്നു വന്ന്. അന്നത്തെ കാലത്തെ മദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ സിന്തറ്റിക് മദ്യമല്ല. അന്നത്തെ മദ്യം ഈ മുന്തിരി ഉണ്ടല്ലോ, നല്ല മുന്തിരി, അത് പറിച്ചിട്ട് കാറ്റ് കടക്കാത്ത ഭരണിയിൽ കെട്ടിയിട്ട് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് മാസങ്ങൾക്ക് ശേഷം പുറത്തെടുക്കുമ്പോ ആ മുന്തിരി വാറ്റി ഉണ്ടാക്കുന്ന മദ്യം അന്നത്തെ മദ്യം. അതുകൊണ്ട് തന്നെ ആ മദ്യം ചിന്തിയെടുത്ത് ആ വളക്കൂറിൽ നിന്ന് ഒരു പുല്ല് മുളച്ചു വന്നത്രേ. ആ പുല്ല് ഈ വീട്ടുകാരന്റെ ആട് പോയി തിന്ന്. ഇപ്പൊ അവർക്ക് പേടി. എന്താ പേടി എന്നറിയോ? മദ്യം ചിന്തിയെടുത്ത് മുളച്ച പുല്ലിന്റെ തൂമ്പ് ആട് തിന്നിട്ടുണ്ടെങ്കിൽ ആ ആടിന്റെ മാംസം ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമോ റസൂലെ? ആരാ ചോദിക്കുന്ന നിങ്ങള്? മദ്യത്തിൽ മുങ്ങി ജീവിച്ചിരുന്ന ഒരു സമൂഹം. ആ സമൂഹം ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന രൂപത്തിലേക്ക് മാറിയത് നൂറ്റാണ്ടുകൾ കൊണ്ടല്ല, കേവലം 23 കൊല്ലത്തിന്റെ മാറ്റാണ്. 23 കൊല്ലം അല്ലേ? മദ്യം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരാള് മദ്യപിച്ചാല് ഓനെ മദ്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ എന്തൊക്കെ ശ്രമമുണ്ട്. കൗൺസിലിംഗ് ഉണ്ട്, മരുന്നുണ്ട്, ആയുർവേദം ഉണ്ട്, അലോപ്പതി ഉണ്ട്, രോഗി അറിഞ്ഞു കൊടുക്കുന്നതും അറിയാതെ കൊടുക്കുന്നതും ഉണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് എത്ര ആൾക്കാരെ മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. എത്ര രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാലും പോണ പോക്കില് ബാറിന്റെ മഞ്ഞ ബോർഡ് കണ്ടാല് ചാടി ഇറങ്ങും അവിടെ. ഞാൻ മനസ്സിലാക്കുന്നത് തിരിച്ചു വരാൻ ശ്രമിച്ച 100 ആളുകളിൽ 80 ആളുകളും തിരിച്ചുപോയ കഥകൾ മാത്രമേ നമുക്ക് കേൾക്കാനും പറയാനുമുള്ളൂ. പക്ഷേ ഒരു നാടിനെ മുഴുവനും ഒരാൾ വന്ന് റസൂലിനോട് പറഞ്ഞേ, റസൂലെ നമ്മൾ മദ്യം നിഷിദ്ധമാക്കിയില്ലേ, ഉണ്ടാക്കാനൊന്നും പാടില്ലല്ലോ, ഉണ്ടാക്കാൻ പാടില്ല. എന്നാ ഞങ്ങളുടെ നാട്ടിലൊരാള് ഇപ്പോഴും സാധനം ഉണ്ടാക്കുന്നുണ്ട്. പ്രവാചകൻ ആളെ വിളിച്ച് അയാളെ വിളിപ്പിച്ചു. അയാൾ പ്രവാചകന്റെ മുമ്പിൽ വേണ്ടിയല്ല, എന്റെ മദ്യം ഞാൻ ഉണ്ടാക്കുന്ന സാധനം ഒരു മരുന്നാണ്. വയറുവേദനയുള്ള ആളുകൾ അത് കുടിച്ചാൽ അവരുടെ വയറുവേദന മാറാറുണ്ട്. അതുകൊണ്ട് എന്റെ അടുത്തേക്ക് ആളുകൾ വയറുവേദനയുള്ളവര് അത് കുടിക്കാൻ വേണ്ടി വരാറുണ്ട്. അതിനു വേണ്ടി ഞാൻ ഉണ്ടാക്കും. നമ്മളൊക്കെ നാട്ടിലെ ചില ആയുർവേദ സ്റ്റാളുകളിൽ വൈദ്യന്മാരെടുത്ത് വൈകുന്നേരം മൈരിസ്കാരം കഴിഞ്ഞാൽ ആൾക്കാർ തിരക്ക. എന്താ നിങ്ങൾ ദഹിക്കാൻ വേണ്ടി അരിഷ്ടം കുടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാ. പുറത്തുനിന്നല്ല ഉള്ളുന്ന് പോയിട്ട് കുടിക്കുക. നിങ്ങൾക്കറിയാലോ ആ അരിഷ്ടത്തിന്റെ അവസ്ഥകളൊക്കെ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇയാളും അതാ പറഞ്ഞത്, രോഗം മാറാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് റസൂലെ ഞാൻ ഉണ്ടാക്കുന്നത്. പ്രവാചകൻ എന്താ പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സാധനത്തിൽ ഒരിക്കലും മരുന്നില്ല കേട്ടോ, അത് രോഗമാണ്, മൂത്രച്ചൂടിനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ചെറുപ്പക്കാര് കുടിക്കാൻ തുടങ്ങിയ കുപ്പികളാണ് പിന്നെ തലയുടെ ചൂടായി മാറത്തക്ക വിധം ലഹരിയുടെ ലോകത്തിലേക്ക് അവരെ കൊണ്ടുപോയത് എന്ന് നമ്മിൽ ചിലർക്കെങ്കിലും ശരിക്കറിയാലോ. അപ്പോ ഇത്രമാത്രം ലഹരിയിൽ നിന്ന് ഒരു സമൂഹത്തെ മാറ്റിയെടുക്കില്ല. അവിടെ മദ്യത്തിനെതിരെ സെമിനാറും സിമ്പോസിയങ്ങളും ഉണ്ടായിട്ടില്ല, മദ്യവിരുദ്ധ സമിതികൾ ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ ഉണ്ടായത്? അതാണ് ഈ മദ്രസ കെട്ടിടം ഇങ്ങനെ പ്രക്ഷോഭിച്ച് എന്റെ മുമ്പിൽ നിൽക്കുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്തിനാണ് ഒരു മദ്രസ എന്നാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഏതൊരു കാലഘട്ടത്തിലെ ജനങ്ങളും മനുഷ്യന്റെ ചരിത്രം ഇങ്ങനെ കറങ്ങി വരുമ്പോ നന്മകളും തിന്മകളും ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മളൊക്കെ തന്നെ ഈ പഴയ എം ടി വാസുദേവൻ നായർ മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ പഴയ കാലത്തെ നോവലുകൾ വായിച്ചുകൊണ്ട്
ആ കാലഘട്ടത്തിലെ ജനങ്ങൾ, അന്നത്തെ തറവാട്, അന്നത്തെ ചില കുടുംബങ്ങള്, അവർ കാണിക്കുന്ന വേണ്ടാത്തരങ്ങള് ചോദ്യം ചെയ്യാൻ ആളില്ലാതെ ചില ആളുകളുടെ കയ്യൂക്കുള്ളവന്റെ, തറവാടുള്ളവന്റെ വേണ്ടാത്തരങ്ങള്, പാവപ്പെട്ടവന്റെ വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനെ പോലും വൈകുന്നേരങ്ങളിൽ മുതലാളിമാര് വന്ന് കൊണ്ടുപോകുന്ന നടക്കും. എന്തെങ്കിലും മാറിയില്ലേ? എത്രമാത്രം നന്മകൾ ഉണ്ടായി ആ പഴയ കാലത്തുണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ സാമൂഹിക ദുരാചാരങ്ങളിൽ നിന്ന് ഈ സമൂഹം എത്ര കണ്ട് മാറി. അത് മനുഷ്യ സമൂഹത്തിന്റെ ആ സഞ്ചാരത്തിന്റെ ഗതിയുടെ പ്രത്യേകതയാണ്. രാവും പകലും മാറി മറിഞ്ഞു വരും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വലിയ പ്രയാസമുണ്ടായ ഒരു സമയത്ത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച ഒരു ചെറിയ സൂറത്തുണ്ട്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ എന്ന് ആരംഭിക്കുന്ന ഒരു ചെറിയ സൂറത്ത്. ആ സൂറത്ത് ആരംഭിക്കുന്ന 2 ആയത്തുകൾ നോക്കിയേ. വല്ലുഹാ, ലുഹാ സമയം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, ഇരുട്ട് മൂടിക്കൊണ്ടിരിക്കുന്ന ശാന്തമായ രാത്രി തന്നെയാണ് സത്യം. ഏതാ ലുഹാ സമയം? സൂര്യൻ ഉദിച്ച് പതുക്കെ പതുക്കെ പൊന്തി കൂടിക്കൂടി വന്ന് അതതിന്റെ മൂർധന്യാവസ്ഥയിലെത്തുന്ന ലുഹറിന് തൊട്ടു മുമ്പ് അവസാനിക്കുന്ന ആ സമയമുണ്ടല്ലോ, അതിനാണ് ലുഹ എന്ന് പറയാ. അതായത് നല്ല പ്രകാശവും നല്ല ചൂടുമുള്ള സമയമാണ് ലുഹാ സമയം. ലുഹാ സമയം തന്നെയാണ് സത്യം. രണ്ടാമത്തേത് വല്ലൈലി ഇദാ സജാ, അങ്ങനെ ഇരുട്ടായി പതുക്കെ പതുക്കെ സൂര്യരശ്മികൾ ഇല്ലാതായി പതുക്കെ പതുക്കെ ചൂടുമാറി തണുത്ത് ശാന്തമായ തണുത്ത ഒരു രാത്രി. ഈ ചൂടുള്ള ദുഹാ സമയവും ഈ തണുത്ത രാത്രിയും തമ്മിൽ നൂറ്റാണ്ടുകളുടെ അന്തരമൊന്നുമില്ല. കേവലം മണിക്കൂറുകളുടെ മാറ്റം മാത്രമേ ഉള്ളൂ. ഒരു ദിവസത്തിലാണ് ഈ ദുഹാ സമയവും ചൂടുള്ള ദുഹാ സമയവും തണുത്ത രാത്രിയും വരുന്നത്. ഒരൊറ്റ ദിവസത്തിന്റെ 2 ഭാഗത്താ. എന്തിനാ അല്ലാഹു പറഞ്ഞറിയോ? മനുഷ്യന്റെ ജീവിതം അങ്ങനെയാ. രാവിലെ സങ്കടാണെങ്കിൽ ഉച്ചക്ക് സന്തോഷം ഉണ്ടാകും, വൈകുന്നേരം ദുഃഖം ഉണ്ടാകും, നേരം വെളുക്കുമ്പോ ചിരി ഉണ്ടാകും. അതങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. മനുഷ്യ ജീവിതത്തിലും ഈ ലോകത്തിന്റെ ചക്ര കറക്കത്തിലൊക്കെ അങ്ങനെ നിരാശരാക്കേണ്ടതില്ല. ലോകത്ത് മുമ്പും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് മരുന്നുണ്ട്, പ്രതിരോധത്തിന്റെ മാർഗമുണ്ട്, പ്രതിക്രിയകളുണ്ട്, ഔഷധങ്ങളുണ്ട്, മാറ്റിയെടുക്കുവാൻ നമ്മുടെ മുമ്പിൽ സൗകര്യങ്ങളുണ്ട്. അതെന്താ നമ്മൾ അറിയണം. അതറിയണമെങ്കിൽ ഒന്നുകൂടി ചരിത്രത്തിലേക്ക് പോകണം. ഈ ജനങ്ങൾ വൃത്തികെട്ട അധാർമികതയിലേക്ക് കൂപ്പുകുത്തിയ കാലത്ത് അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലാഹു തആല പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. നിങ്ങൾക്കറിയാലോ, ചരിത്രം വായിച്ചു നോക്കേണ്ടി. എപ്പോഴാണ് പ്രവാചകന്മാർ വന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം നിങ്ങൾക്ക് അറിയില്ലേ? എപ്പോഴാ പ്രവാചകന്മാർ വന്നത്? ഏതെങ്കിലും നാട്ടില് പട്ടിണി ഉണ്ടായപ്പോഴോ, ഏതെങ്കിലും നാട്ടില് പാർക്കാൻ വീടില്ലാത്ത അവസ്ഥ ഉണ്ടായപ്പോഴോ, ഏതെങ്കിലും നാട്ടില് വിദ്യാഭ്യാസം ഇല്ലാത്തപ്പോഴോ എപ്പോഴാ പ്രവാചകന്മാർ വന്നത്? വീടുണ്ടാക്കി കൊടുക്കാനോ, അല്ലെങ്കിൽ മരുന്ന് വാങ്ങി കൊടുക്കാനോ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാനോ? എന്തായിരുന്നു പ്രവാചകന്മാർ ചെയ്തത്? പ്രവാചകന്മാർ വന്നത് ധാർമ്മികമായി തകർന്ന ഒരു ജനതയിലേക്കാണ് പ്രവാചകന്മാർ വന്നത്. എല്ലാ പ്രവാചകന്മാരും അതിനാണ് വന്നത്. എല്ലാ പ്രവാചകന്മാരും അതാണ് നിർവഹിച്ചത്. തിന്മയിൽ മുങ്ങിപ്പോയ ഒരു ജനസമൂഹത്തെ രക്ഷപ്പെടുത്തി സംസ്കൃതിയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നതാണ് പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം. അത് ഈ ലോകത്ത് 1,00,000-ലേറെ പ്രവാചകന്മാർ വന്നു. ലോകത്ത് പ്രവാചകന്മാർ വരാത്ത ഒരു ജനപദവും ഒരു സമൂഹവും ലോകത്തെവിടെയും ഉണ്ടായിട്ടില്ല എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. ആ കാര്യം ക്ലിയർ ആയല്ലോ. എപ്പോഴാണ് പ്രവാചകന്മാർ വന്നതെന്നും എന്തിനാണ് പ്രവാചകന്മാർ വന്നതെന്നും നമുക്ക് മനസ്സിലായല്ലോ. മൂന്നാമത്തെ ചോദ്യം, ഈ തിന്മയിൽ മുങ്ങിപ്പോയ ജനതയെ സംസ്കരിക്കാൻ പ്രവാചകന്മാരുടെ കയ്യിലുണ്ടായിരുന്ന മാർഗം എന്താണ്? പണം കൊടുത്താണോ സംസ്കരിച്ചത്? അധികാരം കാണിച്ചുകൊണ്ടാണോ സംസ്കരിച്ചത്? വാളും ശിക്ഷയും കാണിച്ചുകൊണ്ടാണോ സംസ്കരിച്ചത്? ജയിലുകളും തടവുകളും പറഞ്ഞാണോ സംസ്കരിച്ചത്? അല്ലല്ലോ. എങ്ങനെയാണ് പ്രവാചകന്മാർ ജനങ്ങളെ സംസ്കരിച്ചത്? നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രവാചകനായിരുന്നില്ല. അനാഥനായിട്ട് വളർന്ന് മക്കയിലെ മലഞ്ചെരുവുകളിലൂടെ ആടുകളെ മേച്ച് നടന്ന് അതിന്റെ വരുമാനം കൊണ്ട് ഉപജീവനം നടത്തി അവസാനം ഖദീജയുടെ കൂലിക്കുള്ള കച്ചവടക്കാരനായി അതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന മക്കയിലെ സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നില്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിന് മുമ്പ്? ആ പ്രവാചകനാണ് മക്കയിലും മദീനയിലും അത്ഭുതകരമായ മാറ്റത്തിന്റെ വിത്തിട്ടത്. എന്തായിരുന്നു പ്രവാചകന്റെ കയ്യിലെ ആയുധം?
അത് മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിൽ എല്ലാ വെള്ളിയാഴ്ചകളിലൊക്കെ നമ്മൾ കേൾക്കാറില്ല സൂറത്തുൽ ജുമുഅ ഉണ്ടല്ലോ. ആ സൂറത്തുൽ ജുമുഅയുടെ 2ാമത്തെ ആയത്ത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിശ്ചയിച്ചത് എഴുതാനും വായിക്കാനും അറിയാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത, ബിരുദങ്ങളുടെ പിൻബലമില്ല, പ്രവാചകന്റെ പേരിനു നേരെ എഴുതാൻ അക്കാദമിക് ബിരുദങ്ങളുടെ അക്ഷരക്കൂട്ടുകളില്ല, ഒന്നുമില്ല. ഒരു വര വരച്ചാൽ അലിഫ് എന്നാണ് വായിക്കുക എന്ന് പോലും ആ പ്രവാചകനെ ആരും പഠിപ്പിച്ചിട്ടില്ല. പഠിക്കാൻ പ്രവാചകൻ പോയിട്ടില്ല. അത്രയും നിരക്ഷരനായ പ്രവാചകൻ, നിരക്ഷരരായ സമൂഹം, ആ സമൂഹത്തിലേക്ക് പ്രവാചകൻ വന്നു. എന്നിട്ടോ എന്താ ചെയ്തത്? യത്ലു അലൈഹിം ആയാതി, യത്ലു അലൈഹിം ആയാതി, അല്ലാഹുവിന്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കൊടുത്തു. വയുസക്കീഹിം, ആ വചനങ്ങളിലൂടെ അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹും, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അൽ കിതാബ, അല്ലാഹുവിന്റെ കിതാബ്, വൽ ഹിക്മത, അതിന്റെ വിശദീകരണമായ പ്രവാചകന്റെ ജീവിതവും പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ആ ജനത അതിനു മുമ്പ് ഏറ്റവും ദുഷിച്ച ഒരു മാർഗത്തിലാണ് ജീവിച്ചിരുന്നത്. ആ ദുഷിച്ച മാർഗത്തിൽ നിന്ന് പ്രകാശത്തിന്റെ ഗോപുരത്തിലേക്ക് ആ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്, ആ ഖുർആനിലൂടെ സംസ്കരിച്ചുകൊണ്ടാണ്, ആ ഖുർആനിന്റെ വിശദീകരണങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഒരു മദ്രസ എന്നത് നമ്മുടെ നാട്ടിൽ എത്രമാത്രം പ്രസക്തമാകുന്നുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ സംഗതികൾ പറഞ്ഞത്. ലോകത്തെ മനുഷ്യരെ സംസ്കരിക്കാൻ പടച്ച റബ്ബ് അവതരിപ്പിച്ച ദിവ്യൌഷധമാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടരെ ഈ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിലൂടെ ഒരു മനുഷ്യനെ മാറ്റിയെടുത്താൽ ആ മാറ്റത്തിനോളം തുല്യമായ മറ്റൊരു മാറ്റത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്താണ് ഖുർആനിന്റെ അത്ഭുതം? ലോകത്ത് ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ലോകത്തെ മാറ്റിമറിച്ച പുസ്തകങ്ങളുണ്ട്, ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ പുസ്തകങ്ങളുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ ലോകത്തുണ്ടാക്കിയ വിപ്ലവത്തോളം ലോകത്ത് മാറ്റമുണ്ടാക്കിയ മറ്റൊരു പുസ്തകം ലോകത്ത് ലഭ്യമല്ല. എന്താ കാരണങ്ങൾ? ആ ഖുർആനിന്റെ ആശയമാണത്. അത് തൗഹീദാണ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ അടിമകളാണ് മനുഷ്യനെന്നും ആ മനുഷ്യനെ പഠിപ്പിച്ചാൽ അത് പഠിച്ച ഒരു മനുഷ്യൻ തിന്മയിലേക്ക് പോവുക എന്നത് അവനെ സംബന്ധിച്ച് അസാധ്യമാണ്. ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, സത്യമായിട്ടും ഇത്ര പ്രായമായിട്ടും ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. കള്ളു കുടിക്കാൻ എന്റെ കീശയിൽ കാശില്ലഞ്ഞിട്ടല്ല, കള്ളു കിട്ടുന്ന സ്ഥലം എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഞാൻ കാശ് കൊടുത്താൽ സാധനം വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന ആളില്ലാഞ്ഞിട്ടല്ല. കള്ളു കുടിച്ചാല് ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ എന്തേ ഞാൻ കള്ളു കുടിക്കാത്തത്? ഞാൻ കള്ളു കുടിക്കാത്തതിന്റെ ഒരൊറ്റ കാരണം എന്റെ വീട്ടുകാർ കാണുമെന്ന പേടിയാണെങ്കിൽ എന്റെ വീട്ടുകാരില്ലാത്തിടത്ത് എനിക്ക് കള്ളു കുടിക്കാലോ. എന്റെ നാട്ടുകാർ കാണുമെന്ന പേടിയാണെങ്കിൽ എന്റെ നാട്ടുകാരില്ലാത്തിടത്ത് എനിക്ക് കള്ളു കുടിക്കാലോ. ഞാൻ കുടിച്ചിട്ടില്ല. എന്താ കുടിക്കാതിരിക്കാൻ കാരണം എന്നറിയങ്ങള്? എനിക്ക് പേടി എന്റെ റബ്ബിനെയാണ്. റബ്ബാണ് പറഞ്ഞത് അത് കുടിക്കരുത്. ആ റബ്ബിന്റെ കണ്ണിൽ നിന്ന് മാറി നിന്ന് എവിടെയാണ് ഒരിറക്ക് കുടിക്കാൻ ഈ ലോകത്ത് എനിക്ക് സ്ഥലമുള്ളത്, ഈ ലോകത്ത് എനിക്ക് സമയമുള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ലോകത്ത് എന്നതിനപ്പുറം ഒരു മാർഗമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആ മാർഗമാണ് വിശുദ്ധ ഖുർആൻ തൗഹീദിലൂടെ പഠിപ്പിക്കുന്ന മാർഗം. അല്ലെ? നിങ്ങൾ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ വിചാരണക്ക് വേണ്ടി മഹ്ശറയിൽ ഇങ്ങനെ കത്തുന്ന സൂര്യന്റെ താഴെ വിയർത്ത് 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 ചില മനുഷ്യന്മാര് അവരുടെ കാലിന്റെ മടമ്പ് വരെ വിയർത്ത്, ചില ആൾക്കാരുടെ അര വരെ വിയർപ്പ്, ചില ആൾക്കാരുടെ കഴുത്ത് വരെ വിയർപ്പ്, ചില ആൾക്കാർ ഇങ്ങനെ ആ വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിത്താന്നിങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയില അങ്ങനെ നിൽക്കുന്ന ആ മണ്ണിലേക്ക്, അവർ നിൽക്കുന്ന മണ്ണില്, ഭൂമിയിൽ മണ്ണില് 70 അടിയൊക്കെ ഓരോരുത്തരുടെ വിയർപ്പ് ഇങ്ങനെ അടിയിക്ക് പോയിട്ടുണ്ടാവുന്ന ഇപ്പൊ സൂര്യൻ എവിടെയാണ്? ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ ദൂരെ സൂര്യൻ, 15 കോടി കിലോമീറ്റർ. ആ സൂര്യന്റെ ചൂടാ എന്റെ നെറ്റിയിലെ വേർപ്പിപ്പോഴും. ആ സൂര്യൻ കണ്ട് താഴോട്ട് ഇറങ്ങി വന്നാല് അതിന്റെ കഥ പിന്നെ പറയണം. ആ സൂര്യന്റെ ചൂടില് ജോലി വിളിക്കുക, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇതാ മോള് ഇങ്ങോട്ട് വാ, ഇവിടെ ഇരുന്നോ. നമ്മുടെ നാട്ടില് ഒരു വലിയ ഒരാള് വരുന്നുണ്ട്. അയാളെ കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000 ആൾക്കാർ വരുന്നുണ്ട് ഒരു നോക്ക് കാണാൻ. അങ്ങനത്തെ സ്ഥലങ്ങൾ മനസ്സിൽ വിചാരിക്കുക. പണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ വരുന്നത് പറഞ്ഞാല് നാട് അടക്കി തിരുവങ്ങാടി എത്തിങ്ങാന്റെ ഗ്രൗണ്ടില് പ്രധാനമന്ത്രി വരുന്നു എന്ന് പറഞ്ഞപ്പോ
ആളുകളൊക്കെ വന്ന് തിങ്ങി നിറഞ്ഞത്. ഇപ്പൊ അങ്ങനെ എല്ലായിടത്തും എല്ലാവരും വരുന്നോണ്ട് അങ്ങനെ ആരും കാത്തിക്കല്ല. അങ്ങനെ കാത്തിരിക്കുന്ന ഒരു വേദി നിങ്ങൾ മനസ്സിൽ വിചാരിക്കും, മമ്പാട് ഒരു പ്രധാനപ്പെട്ട വ്യക്തി വരുന്നുണ്ട്, ആളുകൾ മുഴുവനും മമ്പാട്ടേക്ക് ഒഴുകുന്നുണ്ട്. ഒരു 4 ലക്ഷം 5 ലക്ഷം ആൾക്കാർക്ക് ഇരിക്കാവുന്ന ഒരു മൈതാനിയിൽ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. രാവിലെ മുതലേ ആൾക്കാർ വെയിലത്ത് ഇങ്ങനെ ഉരുകി നിൽക്കുകയാണ്. ആളെത്തിയിട്ടില്ല, എന്നാ പോകാനായിട്ട് തോന്നണില്ല. ഒന്ന് കാണണം, കാത്തിക്ക. അപ്പോഴാണ് ആ സൂര്യന്റെ ചൂടിൽ ഇങ്ങനെ കത്തി നിൽക്കുമ്പോ അതിന്റെ സംഘാടകരായ ആളുകളെ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞ് ഒരു കസാരട്ടെ AC നമ്മളെ പിടിച്ചിരുത്തിയാല് എന്തൊരു സന്തോഷിക്കാറല്ലേ. അത് വെറൊരു സന്തോഷമല്ലല്ലോ, ഒരു അംഗീകാരല്ലേ. ആ കത്തുന്ന മാഴ്സറയില് ചില ആളുകളെ റബ്ബ് വിളിച്ചിട്ട് അള്ളാഹുവിന്റെ അർശിന്റെ തണലിൽ ഇരിക്കാൻ പറയുന്നു. അതൊരു അംഗീകാരമാണ്. ആ കൂട്ടത്തില് ഒരു വിഭാഗം ആളുകൾ ആരാണ് നിങ്ങള്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് റജുലുൻ, ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ ആ മനുഷ്യനെ വിളിച്ചു. വളരെ മോശപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ആ സ്ത്രീ തറവാടിയാണ്, സൗന്ദര്യമുള്ളവളാണ്, എല്ലാം ഉള്ളവളാണ്. സാഹചര്യങ്ങൾ തിരിച്ചു ആവട്ടോ. ഒരു പെണ്ണ് അങ്ങനെ വിചാരിക്കുക, ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ ഒരു വേണ്ടാത്തരത്തിന് വേണ്ടി വിളിക്കുകയാണ്. എല്ലാരും ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ആളുകളാണ്, അവരെയാണ് വിളിക്കുന്നത്. അപ്പോഴാണ് അതിന്റെ മറുപടി. എന്താ മറുപടി അറിയാം? നാട്ടുകാർ കാണുന്നോ, പാപ്പ കാണുന്നോ, ഒരു കാണുന്നൊന്നുമല്ല. മറുപടി എന്താ പറയുന്നത്? എനിക്ക് അള്ളാനെ പേടിയാണ്, ഞാൻ വരൂല. ആരും കാണൂല, ശരിയാണ്, സാഹചര്യങ്ങൾ ഓക്കെയാണ്. പക്ഷേ എനിക്ക് അള്ളാനെ പേടിയാണ്, അതുകൊണ്ട് ഞാൻ വരൂല എന്ന് പറയാൻ ഒരു ചെറുപ്പക്കാരന് കഴിഞ്ഞാൽ, ഒരു ചെറുപ്പക്കാരിക്ക് കഴിഞ്ഞാൽ അവൾക്കാണ് അർശിന്റെ